ഹായ്. അപ്പം നമ്മൾ പല സ്ഥലത്തേക്കും പോയിട്ട് നമ്മൾ വീഡിയോ ഇട്ടു. ഇന്ന് നമ്മൾ പറമ്പിലേക്ക് പോകണം. ഡാഡിയൊപ്പം ഇന്ന് വൈകിട്ട് ഞാൻ ഈവനിങ് വാക്ക് പറമ്പിലേക്കാണ് പോണത്. ഡാഡി അവിടെ പണികളൊക്കെ ചെയ്യാനും ഞാൻ ജസ്റ്റ് കാണാനും. ബൈ. ആ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ പറമ്പ്. എത്ര ദൂരം നടന്നു പോകണം? ഡാഡി വീഡിയോ എടുക്കാനൊന്നും നോക്കണില്ല. ഡാഡി നടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അവിടെ വലിയൊരു മയിൽ, വലിയ മയിലില്ല, ആൺമയിൽ, പീലി ഉള്ള മയിൽ അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെ പറമ്പിൻ്റെ അവിടെ പടത്ത് ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ നടന്നു തന്നെ എന്നിട്ട് പോകണം. അവിടെ 2-3 മയിലുകൾ നിൽക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും അത് പറഞ്ഞില്ലെങ്കിൽ കാണാം. ആക്ച്വലി ചെറുപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നായിരുന്നു. ഇപ്പോൾ വരവ് കുറവാണ്. ഇപ്പം ഞാൻ മെയിൻലി വീഡിയോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡാഡി ഒന്നും വരാറുണ്ട്. ഡാഡി കോളേജിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ഇപ്പോൾ റിട്ടയറായി. കോളേജിൽ വർക്ക് ചെയ്ത സമയത്ത് പുലർച്ചെ 4 മണിക്കൊക്കെ എഴുന്നിട്ട് പറമ്പിക്ക് വരും. വൈകിട്ടും കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് പറമ്പിക്ക് വരും. അപ്പോൾ വൈകിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ വരും. കാലത്ത് ഞങ്ങൾ എനിക്കില്ല. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണിക്കാം. മയിലിൻ്റെ ഒരു കൂട്ടാണ് അവിടെ കാണുന്നത്. നമ്മുടെ ആൺമയിൽ അപ്പുറത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അവൻ ഓൾറെഡി നമ്മളതിനെ കണ്ടു. ഇവർ നമ്മളതിനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അവർക്ക് വലിയ പേടിയൊന്നുമില്ല. ഇതാണ് നമ്മുടെ പാടം, ഉള്ളിലേക്ക് കിടന്ന പറമ്പ്. ചെതൽപ്പുറ്റുകൾ. നമ്മളപ്പോൾ പറമ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്ര നേരം ഭയങ്കര ചൂടായിരുന്നു. ആദ്യം നടന്നു വരുമ്പോൾ പറമ്പിക്ക് കയറിയപ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ നല്ല ഫ്രഷ്നെസ്. ഇത് മഴ പെയ്യുമ്പോൾ ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ. ചെറുപ്പത്തിൽ പിന്നെ മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് വേറെയുണ്ട്. ഇവിടെ ഫുള്ള് വരുന്ന ആ പാടത്ത് ഫുള്ളും ചെളിയായിരിക്കും. അപ്പോൾ നമ്മൾ കാല് ചവിട്ടുമ്പോഴൊക്കെ താഴും ചില സ്ഥലത്ത്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ചെളിയിൽ ചവിട്ടില്ലെന്ന് പറയും. അപ്പോൾ ഒരു കാല് ചവിട്ടും. അപ്പോൾ അവിടെ നമ്മുടെ ചെരുപ്പ് പിടിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ മറ്റേ കാലും ചവിട്ടും. പിന്നെ കൈ കൊണ്ട് കുത്തും ചെളിയിൽ. പിന്നെ അങ്ങോട്ട് ഇരിക്കും. ഫുള്ള് ചെളിയായിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ ചെളിയിൽ കളിക്കാൻ നല്ല ഒരു ഇൻട്രസ്റ്റ് ഈ മഴ സമയത്ത് ആ പാടത്തോടെ നടന്നു വരുമ്പോൾ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ഓർമ്മകളുണ്ട്.
പിന്നെ ഡാഡി പിന്നെ സ്ഥിരമായിട്ട് വരാനാണ്. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് പറമ്പിക്ക് വന്നിട്ട്. പക്ഷെ നല്ല ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ പ്രകൃതി രമണീയം പച്ചപ്പും ഹരിതാഭയും ഒക്കെ നോക്കിയിട്ട് ബാക്കി സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് ഞാൻ ആ പറമ്പിക്ക് വന്നാൽ പോലെ ഇവിടെ വരുമ്പോഴേ സെയിം ആ ഒരു റിലാക്സിങ് എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇനി അടുത്ത തവണ പോകുമ്പോൾ തെങ്ങും പറമ്പും അതുപോലെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബൈ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ കൃഷിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡാഡിയോട് ചോദിച്ചാൽ മതി. ഡാഡിക്ക് നല്ല, ഞാൻ കണ്ടിട്ടുള്ള നല്ല ഒരു കൃഷിക്കാരൻ ഡാഡിയാണ്. മാങ്ങ പൊട്ടിക്കണോ? ഈ പാലം മുമ്പ് ഇതുപോലത്തെ പാലം ഉണ്ടായിരുന്നു. അന്ന് മഴയായിരുന്നു, താഴെ വെള്ളം ഒഴുകുന്നുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ പാലം പൊട്ടിയിട്ട് ഞാൻ ആ വെള്ളത്തേക്ക് വീണു. ഇങ്ങനത്തെ കുറേ മെമ്മറീസും ഇതിനൊപ്പമുണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു. എനിക്ക് വെള്ളത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായ കാരണം. ഇത് നേന്ത്രവാഴയാണ്. ഇത് സ്വർണ്ണമുഖി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഓസ്ട്രേലിയൻ വെറൈറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പാലം പൊട്ടാണ്ട് കിടന്നു. ഒരു പേടി ഉണ്ടായിരുന്നു. ആൺമയിൽ വ്യൂ ഒന്നും മാറിയിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോവാണ്. സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യാസ്തമിക്കുന്നു. പിന്നെ പാടത്ത് കുറേ പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്.